മട്ടന്നൂരിൽ കെ ശൈലജ ജയിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെ ജയിച്ച ഒരു എതിരാളി വരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ സർവേയിലൊക്കെ രാഷ്ട്രീയത്തിനതീതമായി പല മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയായി വനിതാ മുഖ്യമന്ത്രി വരണമെന്നും അത് ശൈലജയാകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പിന്തുണ ശൈലജയ്ക്ക് കിട്ടാനൊരു സാധ്യതയില്ലേ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തത്, ഈ നിപ്പ പോലുള്ള സംഭവങ്ങൾ വന്ന ഘട്ടത്തിൽ ഈ വടകരയിലടക്കം അത് ഏറ്റവും ബാധിച്ചിരുന്ന വിഷയമാണല്ലോ. അപ്പോൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മന്ത്രി ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ കൂടി കെ ശൈലജയ്ക്ക് ലഭിക്കാം. അത് എങ്ങനെയാണ് ഷാഫി കാണുന്നത്? അല്ല, ഒന്നാമത്തെ ഫാക്ടർ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർവേയിൽ എന്താ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഒന്നാമത്തെ ഫാക്ടർ അങ്ങനെയാണെങ്കിൽ അവരുടെ കാൻഡിഡേച്ചർ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ എന്നുള്ള തിരിച്ചൊരു ചോദ്യം വരുന്നത്. മുഖ്യമന്ത്രി ആവണം എന്ന് അങ്ങനെ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സർവേയിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മത്സരിക്കേണ്ടത് ലോക്സഭയിലേക്കല്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ അതാ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം റെസ്പോൺസിബിലിറ്റീസ് ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളൊക്കെ നിറവേറ്റാൻ ശ്രമിക്കുന്നു. ഇപ്പം എന്നെ ജനങ്ങളും പാർട്ടിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം പാലക്കാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം സാമാന്യം നന്നായി തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 3 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന ജില്ലയാണ് പാലക്കാട്. EMSൻ്റെ ജില്ല, നായനാരുടെ ജില്ല, VS അച്യുതാനന്ദനെ പോലുള്ള 3 അതിപ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ ജില്ലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ജില്ലയിലേക്ക് അവിടുത്തെ സാധാരണക്കാരൻ്റെ പാവങ്ങൾക്ക് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ അവസരത്തിലാണ്. ഉമ്മൻചാണ്ടി സാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അപ്പം ലഭിച്ച അവസരത്തിൽ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ചെയ്യേണ്ടത് ചെയ്യാൻ ഞങ്ങളാരും വീഴ്ചകൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ചർച്ചയാവുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അക്കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് കുറവില്ല. ആ ഫൈറ്റ് ഇതിനെ ഞാനൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ വടകരയിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവില്ല. ജനങ്ങളെ സമീപിക്കുമ്പോൾ അത് അനുഭവപ്പെടുന്നുമില്ല.